കൊല്ലം ജില്ലയിലെ വികസനത്തിന്റെ അടയാളമായ മലയോര ഹൈവേയിൽ പത്തനാപുരത്തായിരുന്നു ആദ്യ സ്വീകരണം. റെഡ് വാളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു സ്വീകരണം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ജാഥാംഗങ്ങളെ സ്വീകരിച്ചു. കൊല്ലൂർ മണ്ഡലത്തിൽ PS സുഭാൻ MLA നേതൃത്വത്തിൽ തെക്കൻ മേഖലാ ജാഥയെ അഞ്ചലിൽ സ്വീകരിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിലും ജാഥയെ സ്വീകരിച്ചു. ശൂരനാട് വിപ്ലവത്തിന്റെ നാടായ കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ MLA-യും ഡോക്ടർ PK ഗോപനും ജാഥാംഗങ്ങളെ സ്വീകരിച്ചു. LDF എന്നും സാധാരണക്കാർക്കൊപ്പമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനികെന്നോ ഇസ്ലാമെന്നോ ഭേദമില്ലാതെ വിശ്വാസങ്ങളെല്ലാം ഇടതുപക്ഷം മാനിക്കും. വിശ്വാസങ്ങളെ വഞ്ചിക്കുന്ന കോൺഗ്രസ്, വിശ്വാസികളെ എന്നുമെന്നും കബളിപ്പിക്കുന്ന BJP, അവരെല്ലാം പറഞ്ഞ എല്ലാ കാര്യവും കാപട്യമാണെന്ന് തെളിഞ്ഞുകൊണ്ട് സത്യം പുറത്തു വരും. LDF ആദ്യം മുതലേ പറയുന്നു, ആ സ്വത്തിൽ കൈയിട്ട് വാരിയവർ, അപഹരിച്ചവർ ആരുമാകട്ടെ, ഏത് പാർട്ടിയുമാകട്ടെ, അവരെ ശിക്ഷിക്കാൻ ഒരു മടിയും LDF-നില്ല. യഥാർത്ഥ വിശ്വാസികൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നു. ഞങ്ങളിതാ കൈകൾ നീട്ടിപ്പിടിക്കുന്നു. LDF കൈകൾ നീട്ടിപ്പിടിക്കുന്നു. എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസിയുമായിട്ട് ഞങ്ങൾ കൈകോട്ട് പിടിക്കും. എന്തിനു വേണ്ടി? വർഗീയ ഭ്രാന്ത് മതങ്ങളെയും ദൈവങ്ങളെയും വിഴുങ്ങാതിരിക്കാൻ. LDF ഭരിച്ച കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ സുവർണകാലമായി അടയാളപ്പെടുത്തിയെന്ന് ജാഥാ മാനേജർ M. സ്വരാജും പറഞ്ഞു. 10 കൊല്ലമായി എവിടെയെങ്കിലും വർഗീയ കലാപത്തിന്റെ ഒരു ലാഞ്ചന, പോലീസ് വെടിവെപ്പ്, മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? എല്ലാ വർഗീയവാദിയെയും നിലയ്ക്ക് നിർത്താനുള്ള രാഷ്ട്രീയ ആർജവം ഇടതുപക്ഷത്തിനുണ്ടായി. കാരണം ഒരു വർഗീയവാദിയുടെയും പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല. നാടിൻ്റെ സമാധാനമാണ് പരമപ്രധാനം. അതുകൊണ്ട് വർഗീയതയുടെ നിറം നോക്കാതെ എതിർക്കാനുള്ള രാഷ്ട്രീയമായ കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്. പത്തനാപുരത്തെത്തിയ ജാഥയ്ക്ക് കുരിയോട്ടുമലയിലെ ആദിവാസികൾ ഉപഹാരം നൽകി. അഞ്ചലിൽ കോൺഗ്രസ് നേതാവ് സിന്ധു വേദിയിലെത്തി LDF-ന്റെ ഭാഗമായി. അരിപ്പ ഭൂസമരസമിതിയിലെ അംഗങ്ങളും ജാഥ അംഗങ്ങൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. LDF സർക്കാർ സ്ഥിരപ്പെടുത്തിയ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ 450 തൊഴിലാളികൾക്കായി പ്രതിനിധികൾ ഉപഹാരം നൽകി. LDF-ന്റെ ജാഥ 11-ാം തീയതി കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.